ഓരോന്നായി പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കണം. ആരും കാണാതെ എല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ രാത്രി 2 മണിക്ക് 2:30ക്ക് 3 മണിക്ക് എഴുന്നേറ്റിട്ട് ബലിപെടുത്തിട്ട് നിസ്കാര പായ്ക്കകത്ത് കയറിയിരുന്ന് വീടിന്റെ വാതിലടച്ചിട്ട് റൂമിന്റെ ലൈറ്റ് അണച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം, നാഥാ പൊറുക്കന്റെ പാപമോ സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവൻ ഞാനുണ്ട് നീയല്ലാതെ ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ നഫ്സെന്ന മുണ്ടി തെല്ല് വിട്ടു ചതിച്ചതാ അല്ലാതെ ദിക്കരി ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാകെ എന്നെ അല്ലാ. നിന്നെക്കാളും പൊറുക്കുന്ന ഒരാള് ഈ ലോകത്തില്ല നാഥാ. നീ കരുണയുള്ളവനാണ്, നീ ഗഫൂറാണ്, നീ റഹീമാണ്, നീ എന്നെ പടച്ച എന്റെ റബ്ബാണല്ലാ. എന്റെ കയ്യിൽ പല പിഴവുകളും സംഭവിച്ചു പോയി തമ്പുരാന്. ശൈത്താൻ ചതിച്ചതാ, നഫ്സ് വഞ്ചിച്ചതാ, വിട്ടുപോയതാ, എനിക്ക് നീ പൊറുത്തുതാ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് ചോദിക്കാൻ നീ മറന്നു പോകരുത്. കാരണം എന്തെന്നറിയുമോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവാ പറഞ്ഞത്. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് ഇന്ന് രാത്രി, ഈ ശഅബാനിന്റെ രാത്രി എപ്പോഴെങ്കിലും പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നേരം പഠിപ്പിക്കുമെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ഈ വാല് പറയുന്ന സിറാജ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയാ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവരെ പിരിയുന്ന സമയത്ത്, ദുആ ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിന്റെ മുന്നിൽ സർവ്വതും നിനക്കൊന്ന് മനസ്സിൽ കരുതിയിട്ട് ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, എനിക്ക് കുറ്റബോധമുണ്ട് റബ്ബേ, അല്ലാഹുവേ ഇതെന്റെ തൗബയാണ് എന്ന് കരുതിയിട്ട് നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിഞ്ഞ മോനെ, നീ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ, നീ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ പശ്ചാത്തപിച്ച പാപത്തിന്റെ പേരില് ഇന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ ഈ പാപത്തിന്റെ പേരില് നാളെ അല്ലാഹ് രണ്ടാമതും നിന്നെ ശിക്ഷിക്കില്ല. കാരണം അല്ലാഹു നീതിമാനാ. അതുകൊണ്ടാണ് പല സ്വഹാബികളും മുത്തുനബി ഇത് പറഞ്ഞു കൊടുത്തപ്പെടാറ്. മായിസ് എന്ന് പറയുന്ന വ്യഭിചരിച്ച ഒരു ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, ഞാൻ വ്യഭിചരിച്ച് നബിയെ, എന്നെ എറിഞ്ഞുകൊല്ലാ പറ നബിയെ, എന്നെ എറിഞ്ഞുകൊല്ലാ പറ നബിയെ. മുത്തുനബി ചോദിച്ചു, എന്തേ മായിസേ, എനിക്കറിയാ എന്നെ എറിഞ്ഞുകൊല്ലുമെന്ന്. എന്തിനാണ് പരസ്യമായിട്ട് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നതെന്നറിയുമോ? ഇന്നിവിടെ വെച്ച് ഞാനിത് വാങ്ങിയ നാളെ റബ്ബിന്റെ നരകത്തില് കിടക്കേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ആയിരങ്ങളോട് ആദ്യം ഈ സിറാജിന്റെ സ്വന്തം നഫ്സിനോട്, പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കരയണ്ടേ, പടച്ച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കണ്ടേ. ഇന്നീ സദസ്സിലിരുന്നുകൊണ്ട് ഞാനും നിങ്ങളും പാപങ്ങൾ ഏറ്റു പറയുമ്പോ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്നു
ലക്ഷക്കണക്കിന് കോടാനി മലക്കുകളുണ്ടല്ലോ. ഈ തുമ്പയിലെ ഈ സ്വർഗം കണ്ടിട്ട്, ഈ സ്വർഗത്തിലിരുന്ന് കരയുന്നവരെ കണ്ടിട്ട് അല്ലാഹു മലക്കുകളോട് പറയുകയാ, കണ്ടോ എന്റെ അടിമകളെ കണ്ടോ, എന്റെ അടിമകളെ കണ്ടോ, ചെയ്തുപോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ എന്റെ അടിമകളെ കണ്ടോ. കാണുന്നു പറഞ്ഞിട്ട് അല്ലാഹു എന്റെയും നിങ്ങളെയും മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ ആ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മലക്കുകൾ അല്ലാഹുവോട് പറയുകയാണ്, പടച്ചവരെ, ഈ പൊട്ടിക്കരയുന്നവരുടെ, ഈ തൗബ ചെയ്യുന്നവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപം ചെയ്യാത്തവർ, പാപം കാണാത്തവർ, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകള് തുമ്പയിൽ ഈ സദസ്സിൽ നിന്ന് കരയുന്ന വാപ്പയെ നോക്കിയിട്ട്, ചെറുപ്പക്കാരൻ നോക്കിയിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, ആ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ അത് മാത്രമല്ല, ആ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പെണ്ണുണ്ടല്ലോ, ജീവിതത്തിൽ എപ്പോഴോ തെറ്റിപ്പോയ ഒരു പാപത്തിന്റെ പേരില് ഇരുന്ന് കരയുന്ന ആ പെണ്ണുണ്ടല്ലോ, അവൾക്ക് നീ സ്വർഗം കൊടുക്കണേ നമുക്ക് സ്വർഗം കിട്ടാ, നമുക്ക് സ്വർഗം കിട്ടാ. മലക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. എടാ, നീ കള്ളു കുടിച്ചവനാണോ, നീ വ്യഭിചരിച്ചവനാണോ, നീ പലിശ തിന്നവനാണോ, പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവരാണോ, നീ ഇവിടെ ഇരുന്ന് പശ്ചാത്തപിക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകളെ പറയുകയാണ്, അല്ലാഹുവോട് മലക്കുകളെ പറയുകയാ, ആ കരയുന്ന ചെറുപ്പക്കാരന് നീ സ്വർഗം കൊടുക്ക തമ്പുരാന്, അവന്റെ പാപം പൊറുക്ക തമ്പുരാന്. ഇവന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട്, ഇവനെ നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്, അവർ രണ്ടുപേർക്കും നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഈ പശ്ചാത്തപിക്കുന്നവന്റെ കൂടെ പാതിരാത്രി കിടന്നുറങ്ങുന്ന ഒരു പെണ്ണുണ്ട് നാഥാ, ആ പെണ്ണിനും നീ സ്വർഗം കൊടുക്കല്ല. പടച്ചവരെ, ഈ മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട് തമ്പുരാന്, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്നും മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പ്രവാചകന് രണ്ടാമതായി പറഞ്ഞതെന്തെന്നറിയുമോ, വശഅബാൻ ജന്നത്തും മിനന്നാർ. ഈ മാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അല്ലാഹുവേ, ഇത് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മോനെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് മോഹമുണ്ടോ? ഒന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ, ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് കൈപൊക്കിയ മനുഷ്യ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അറിയില്ലേടാ നരകമുണ്ട്. ഇപ്പോൾ നിനക്ക് നരകത്തിന്റെ തീയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. ആരും വഅല് പറയണ്ട. പണ്ട് ഉസ്താദന്മാര് നരകത്തിന്റെ തീയെക്കുറിച്ച് നിനക്ക് വഅല് പറയുമ്പോ വിശ്വസിക്കാൻ മടിയായിരുന്നു. പക്ഷേ
ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളുടെ മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടുതാകാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. റൂമിന്റെ വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, ചൂട് സഹിക്കാൻ കഴിയുന്നില്ലോ, നമ്മുടെ തൊലി പൊള്ളുന്നല്ലോ. മോനെ, ശഅബാൻ മാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമാ. നരകം എന്തെന്നറിയോ? റജബ് 27 നോമ്പ് പിടിച്ചവരാണല്ലോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാ മിഅ്റാജിന് കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പടച്ചവരേ, ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും പ്രവാചകന്മാരും മലക്കുകളും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ആനന്ദമാണ്, എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം ഇരുന്ന് കരയുകയാ. ഒരു മലക്കിന്റെ മുഖത്ത് സന്തോഷമില്ല, ഒരു മലക്ക് പുഞ്ചിരിക്കുന്നില്ല, ഒരു മലക്ക് തല ഉയർത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട്, എല്ലാവരും എന്നെ തല ഉയർത്തിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മലക്കു മാത്രം ഒരു പരിഗണനയും നൽകുന്നില്ലല്ലോ, ഒന്ന് ചിരിക്കുന്നില്ലല്ലോ, ഒന്ന് തല ഉയർത്തി നോക്കുന്നില്ലല്ലോ. യാ റസൂലല്ലാഹ്, അത് മാലിക്കുന്ന മലക്കാണ് നബിയേ, നരകത്തിന്റെ കാവൽക്കാരനാണ് നബിയേ. നരകത്തിന്റെ ജോലി അല്ലാഹു കൊടുത്തതിന് ശേഷം ഇന്നുവരെ ചിരിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട്